നാട്ടിലാണെങ്കിൽ ഇപ്പം മിക്കവാറും അമ്പലങ്ങളിലെ ഉത്സവവും പരിപാടിയും സദ്യയൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. ഈ നാടൊക്കെ വിട്ടിട്ട് മാറി നിൽക്കുമ്പോഴാണ് ഭയങ്കര സങ്കടം തോന്നുന്നത് ഈ ഉത്സവ സമയമൊക്കെ വരുമ്പോൾ. പക്ഷേ ഈ നാടൊക്കെ വിട്ടിട്ട് മാറി ദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു വലിയ ആശ്വാസമായിരിക്കും. അപ്പോൾ ജയ്പൂരിലുള്ള നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പൊങ്കാലയായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു നമുക്ക് എല്ലാവർക്കും പൊങ്കാലയ്ക്ക് പോകാമെന്ന്. പക്ഷെ സാരിയാണ് പ്രശ്നം. എനിക്ക് ഈ സാരി ഉടുക്കണമെന്ന് താല്പര്യമൊക്കെ ഉണ്ട്. രാവിലെ എനിക്ക് ചുറ്റിയെടുക്കാനുള്ള പ്രയാസം ഉള്ളതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഉടുക്കുന്ന കാണുമ്പോൾ വിചാരിക്കും അയ്യോ സാരി ഉടുത്തോണ്ട് വന്നാൽ മതിയായിരുന്നത്, ഇനി അടുത്ത വർഷം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ അങ്ങനെ ഇരിക്കും. പൊങ്കാലയ്ക്ക് അവിടെ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും തരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തരുമോ, തേങ്ങ തരുമോ, ശർക്കര തരുമോ എന്നൊക്കെ. അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. 200 രൂപ കൊടുത്തപ്പോൾ കലവും തവിയും അരിയും ശർക്കരയും തേങ്ങയും പഴവും നെയ്യും അങ്ങനെ നമ്മുടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സർവത്ര സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അടുപ്പ് വരെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്ന് പൊങ്കാല ഇടേണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും ചായയും പഴമൊക്കെ ആയിരുന്നു. ഈ വിശപ്പ് കണ്ടുകൂടാതിരുന്നത് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി കേട്ടോ. വീട്ടിൽ വന്നൊന്ന് ഫാൻ ഇട്ടിരുന്നപ്പോൾ ഒരു വല്ലാത്ത സുഖം.